ഹായ് സുഹൃത്തുക്കളെല്ലാവർക്കും ലിംറ മാർഷൽ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പണൻ്റ് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ റിലീസ് ചെയ്യാം എന്നുള്ള രീതികളാണ്. നമ്മൾ മുമ്പ് വീഡിയോ ഒരുപാട് മുമ്പ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മുറുക്കി പിടിച്ചാൽ എത്ര ടൈറ്റ് ചെയ്ത് പിടിച്ചാലും നമുക്കിത് കൈ കൂപ്പുമുറ എന്നാണ് നമ്മൾ കളരിയിൽ ഇതിന് പറയാറ്. അതായത് കയ്യെ കൂട്ടിക്കൊണ്ടുള്ള രീതികളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് കൈ ഉണ്ടോ ഉണ്ടോ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ കൈയിനെ കൂട്ടുക, നേരെ മുകളിലേക്ക് എടുക്കുക. വളരെ സിമ്പിളായിട്ട് ഇതിപ്പോൾ കുറച്ച് ആരോഗ്യമുള്ള ആളാണ് പിടിച്ചതെങ്കിൽ നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. പിടിച്ചാൽ കണ്ടോ ഇങ്ങനെ കൂട്ടുക, മുകളിലേക്ക് എടുക്കുക. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ അവരെ കയ്യിൻ്റെ ഇപ്പോൾ താഴെ നില പിടിച്ചിട്ടില്ല. അപ്പോൾ അവരെ കയ്യിൻ്റെ മുകളിലൂടെ ഇപ്പോൾ വലത് കൈയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെ വലത് കൈയിൻ്റെ മുകളിലൂടെ കൊണ്ടുപോവുക. അങ്ങനെ അവരെ രണ്ടാമത്തെ ഇടത് കൈയിൻ്റെ പിടുത്തത്ത് എത്താൻ നേരത്ത് നമ്മളൊന്ന് ശരീരം തിരിച്ചെടുക്കുക. അതോടൊപ്പം കൈ ഈ പൊസിഷനുള്ളത് കണ്ടോ ഈ പൊസിഷനിലേക്ക് ആക്കുക, അതുകൂടി തട്ടുക. കണ്ടോ ഇത് വളരെ സിമ്പിളാണ്. കാരണം കണ്ടോ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പോണതിനോട് കൂടി കണ്ടോ ഇത് പൊക്കുന്നതിനോടുകൂടി അവരെ കൈ പിടുത്തം കണ്ടോ പോണത് കണ്ടോ. അപ്പോൾ അതോടൊപ്പം ഈ പിടുത്തത്തിന് കാരണം ഇതിൻ്റെ തള്ളവരലും ചൂണ്ടൽ ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഇതോടൊപ്പം ഇതൊരു തട്ടുന്നതിനോട് കൂടിയിട്ട് എന്താവും പെട്ടെന്ന് പിടുത്തം വിടും. മാത്രമല്ല ഇത് നല്ല സ്ട്രോങ് കുഴപ്പമില്ല, ഇത് നല്ല സ്ട്രോങ്ങോട് കൂടിയിട്ടാണ് ചെയ്യണത് എങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവും, ചതവ് വരാനും സാധ്യതയുണ്ട്. ഇനി സുഹൃത്തുക്കളും ഇതിൽ മൂന്നാമത്തെ രീതി ഏതാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മൂന്നാമത്തെ രീതിക്ക് നമ്മൾ ചെയ്യണത് കണ്ടോ നമ്മൾ കയ്യിനെ ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ചോടുള്ള കൈ ഏതാന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ചെയ്യണത് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 3 വിരൽ ഉപയോഗിച്ചിട്ട് അവരെ കയ്യിൻ്റെ തള്ളവിരലിൻ്റെ വെള്ള ഭാഗം കണ്ടോ ഈ വെള്ളഭാഗം. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ കൊടുന്നുകൊണ്ട് നേരെ ലോക്കിടുക ഇങ്ങനെ കൊളത്തി പിടിക്കുക. ഇന്ന് നമ്മൾ ഇതിലെടുക്കുക. ഇത് വളരെ സിമ്പിളായിട്ട് ഊരാൻ കിട്ടും. ഇനി ചെയ്യണത് നമ്മൾ അവരെ കയ്യിലിങ്ങനെ തിരിക്കുകയാണ്. ഇത് ശരിക്കും പെട്ടെന്ന് തിരിച്ചു കഴിഞ്ഞാൽ അവരെ ജോയിൻ്റ് എന്താവും പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അത് ഇങ്ങനെ തിരിച്ചും കൊണ്ട് ഇനി അതല്ല ഇതിൽ ലോക്ക് കൂടി ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ച് അമർത്തുന്നതിനോട് കൂടി അവരെ മുടിയിലേക്ക് പിടിച്ചും കൊണ്ട് അങ്ങനെ തന്നെ താഴ്ത്തിയിട്ട് താഴേക്കിടുക, പഞ്ച് ചെയ്യുക. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതൊന്നുകൂടി നോക്കാം. ഇനി പിന്നെ അവരെ തലക്ക് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ശരിക്കും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അങ്ങനെ എടുത്താൽ തന്നെ അവർ നമ്മളെ കൺട്രോളിൽ കിട്ടും. ഇനി നമുക്ക് ഇടിക്കണമെങ്കിൽ ഇടിക്കാം, ചവിട്ടാം, എന്തുവാണെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് ഇത്രേ ഉള്ളൂ. ഇതിൽ താഴെയുള്ള കൈ ഏതാണെന്നുള്ളതാണ് നോക്കുന്നത്. ഇനി ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് താഴെ കൂടെ എടുക്കണം. റൈറ്റ് കൊണ്ടാണ് ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ റൈറ്റ് താഴെ കൂടെ വരണം. ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ 3 രീതികൾ. ഇനി നമുക്ക് ഇതിൽ തന്നെ കണ്ടോ മുകളിൽ നിന്ന് പിടിച്ചാൽ ഇതുപോലെ മുകളിൽ നിന്നാണ് നമുക്ക് നമ്മളെ 2 കൈയും പിടിച്ചത് എങ്കിൽ നമുക്കെങ്ങനെ റിലീസ് ചെയ്യാം. അതിനിതുപോലെ തന്നെ 2 കൈ കൂട്ടുക, നമ്മളെ ചെസ്റ്റ് ലെവലിലേക്ക് താഴ്ത്തുക, അവരെ കൈയുടെ ചോട്ടിലൂടെ കണ്ടോ സൈഡിലേക്ക് കൊണ്ടുപോവുക, അടിക്കുക. ഇത് വളരെ സിമ്പിളാണ്. ഒന്നുകൂടി നോക്കാം. കണ്ടോ പെട്ടെന്നെടുത്ത് അടിക്കാൻ പറ്റും. കാരണം അവരെത്ര സ്ട്രോങ്ങിൽ പിടിച്ചാലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വേഗം പോരും. അതാണ് ഒന്നാമത്തെ രീതി. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ താഴെ നിന്ന് പിടിച്ച സമയത്ത് മുകളിലൂടെയാണ് കൊണ്ടുപോയത്. ഇത് മുകളിൽ നിന്ന് പിടിച്ചായതുകൊണ്ട് താഴെ കൂടെ വേണം പോകാൻ. കണ്ടോ അവരെ കൈയിൻ്റെ താഴെ കൂടെ ആ താഴെ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ ബോഡി ട്വിസ്റ്റ് ചെയ്ത് കൈയിൻ്റെ മുട്ടിനെ പൊക്കി കൊടുത്തിട്ടുണ്ടോ താഴേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് നോക്കാം. കണ്ടോ ഇങ്ങനെ എടുത്ത് പൊസിഷൻ കണ്ടോ ബാക്ക് കാല് ഹീല് പൊക്കി ബോഡി തിരിച്ച് കൈയിൻ്റെ മുട്ട് പൊക്കി ഇത് തട്ടിയതിന് ശേഷം അതേ കൈ മുട്ടുകൊണ്ട് എൽബോ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. 1 2 ഇതാണ് രണ്ടാമത്തെ രീതി. ഇനി നമ്മൾ ചെയ്യുന്നത് മൂന്നാമത്തെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പിടിച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ലെഫ്റ്റ് കണ്ടോ അവരെ ഈ ഭാഗത്തോട്ട്, അല്ലാതെ റൈറ്റ് ഈ ഭാഗത്തോട്ട്. കണ്ടോ രണ്ടും പറ്റും. ഒന്നല്ലെങ്കിൽ ഈ കൈ കൊണ്ട് അല്ലെങ്കിൽ ഈ കൈ കൊണ്ട്. നമ്മൾ ഏത് കൈയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ കൈ അവരിപ്പോൾ വലത് കൈ ഉണ്ടായതുകൊണ്ട് അവരുടെ വലത്തെ സൈഡ് കൂടെ എടുക്കുക. ഇനി ഇതിൽ ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ അവർ പെരടിക്ക് ലോക്കിട്ടും കൊണ്ട് നേരെ മുട്ട് കയറ്റുക. അതല്ല എങ്കിൽ ഇതുപോലെ ഉണ്ട് പിടിച്ചാൽ ഇങ്ങനെ എടുത്തതിന് ശേഷം അവരുടെ കാലിൻ്റെ മുകളിലേക്ക് അതായത് അവരുടെ കാലിൻ്റെ പുറകിലേക്ക് വെച്ച് സ്റ്റാൻഡ് ഫോൾഡിങ് ചെയ്യണം. എന്നിട്ട് പഞ്ച് ചെയ്യുക. ഇതാണ് മൂന്നാമത്തെ രീതി. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ പിടിച്ചാൽ അങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ 1 2 കയറിയോ. കാരണം ഇത് കയ്യിൻ്റെ മുട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാൻഡ് ഫോൾഡിങ് ആണ് ചെയ്യണത് എങ്കിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ശേഷം അവരെ കാലിൻ്റെ പുറകിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കയ്യിൻ്റെ മുട്ട് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് തള്ളണത്. കേട്ടോ ഈ മുട്ടുകൊണ്ട് മുട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഫോൾ ചെയ്യണത്. അതാകുമ്പോൾ അവർക്ക് നേരെ പരിക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അതല്ല എങ്കിൽ ഇതുപോലെ പിടിച്ചതിന് ശേഷം നേരെ മുട്ട് കയറ്റുക. ഈ രണ്ട് രീതി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്.
അപ്പോൾ സുഹൃത്തുക്കളെ, ഈ 2 രീതികൾ താഴെ നിന്ന് പിടിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ മുകളിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാലും ചെയ്യേണ്ട രീതികൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും ബൈ.